ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ തനൂസ് മം. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി UAE നാഷണൽ ഡേ. നാഷണൽ ഡേ പ്രമാണിച്ച് നമുക്കൊരു 3-4 ദിവസത്തെ ഓഫും ഹോളിഡേ എല്ലാം കൂടെ ചേർത്തൊരു നല്ലൊരു വീക്കെൻഡ് കിട്ടിയായിരുന്നു. തനിക്കുട്ടനും ഹോളിഡേ ആയിരുന്നു. സോ തനിക്കുട്ടനെയും കൊണ്ട് നമ്മൾ ഷാർജയിലുള്ള അൽ മൊന്താസ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇത് വാട്ടർ പാർക്കും ഉണ്ട്, അതേപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു പാർക്കിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു വ്യൂ. നമുക്കകത്ത് പോയി ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ടൈമിങ്സ്. നാഷണൽ ഡേ പ്രമാണിച്ച ടൈമിങ്സ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലൊരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. പിന്നെ നാഷണൽ ഡേ പ്രമാണിച്ച് അതിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കയറി വരുമ്പം കാണുന്ന ഒരു നല്ല മനോഹരമായൊരു വ്യൂ. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കെല്ലാവർക്കും ഓരോ ടാഗ് തരും കേട്ടോ. ഈ ടാഗ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എല്ലായിടത്തും എൻട്രി ചെയ്യാൻ പറ്റുക. കാരണം ഈ ടാഗ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എൻട്രി അവർ അലൗ ചെയ്യും. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് എല്ലാം ചെയ്തതിന് ശേഷം അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്കൊരു ചെറിയൊരു പെർഫ്യൂം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്, നമ്മൾ ഈ പാർക്കിൽ വാട്ടർ തീം പാർക്കിലോട്ട് വരുവാണെങ്കിൽ അവർ കോട്ടൺ ഡ്രസ്സസ് ഒന്നും അലൗ ചെയ്യത്തില്ല. സോ നമുക്ക് നമ്മളുടെ രീതിയിലുള്ള ഡ്രസ്സസ്, സ്വിമ്മിങ് ഡ്രസ്സസ് ഒക്കെ കൊണ്ടുവരണം. പിന്നെ നമ്മൾ കൊണ്ടുവരാത്തവർക്കാണ് ഇവിടെ എല്ലാ ഡ്രസ്സസും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ സ്വിമ്മിങ്ങിന് ആവശ്യമായിട്ടുള്ള ഗ്ലാസസ്, ക്യാപ്പ്, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഞാനൊരു ക്യാപ്പ് വാങ്ങിയിട്ട് വളരെ ചെറിയതായിരുന്നു. തനിക്കുട്ടിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അത് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ടാഗ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അത് റിഫ്ലക്റ്റ് ചെയ്യും നമ്മളുടെ പേയ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും. സോ നമുക്കങ്ങനെ നമ്മളെ അവർ അലൗ ചെയ്യും. പിന്നെ ഇതാണ് നമ്മൾ കയറി വരുമ്പം കാണുന്ന ഒരു വ്യൂ നമ്മളുടെ പാർക്കിൻ്റെ. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ഡസ്റ്റോ ഒരു പേപ്പറോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒരു പരിസര പ്രദേശത്ത് പോലും ഇല്ല. നല്ല ഒരു ഗ്രീനറിയാണ് കേട്ടോ. നല്ല മനസ്സിനൊക്കെ നമുക്ക് നല്ല കുളിർമയൊക്കെ കിട്ടുന്ന നല്ല മനോഹരമായ ഒരു പ്ലേസാണിത്. ഇതാണ് നമ്മൾ പാർക്കിലോട്ട് പോകുന്ന ഒരു വ്യൂ. ശരിക്കും നമ്മൾ നടക്കുന്ന ആ ഒരു പാത്തില്ല, ആ ഒരു വെയിലാണ്. ചുറ്റും നല്ല പച്ചപ്പാണ് കേട്ടോ. മരങ്ങളും അതേപോലെ തന്നെ ചെടികളും കുറേ പൂക്കളും നല്ല ഇങ്ങനെ പന്തലൊക്കെ ഇട്ട്, ചെടികൾ കൊണ്ടുള്ള പന്തലൊക്കെ ഇട്ട് നല്ല മനോഹരമായ ഒരു പ്ലേസ് ആണ് കേട്ടോ. കുറേ മരങ്ങൾ, നല്ല 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 ചെറിയ ചെറിയ പൂക്കൾ, പേരൊന്നും എനിക്കറിയില്ല. നല്ല മണമുള്ള കുറേ പൂക്കളും ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ. തനിക്കുട്ടനാണെങ്കിൽ വളരെ ഹാപ്പിയായി. കാരണം അവൾക്ക് ഇങ്ങനെ ഓടിക്കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഭയങ്കര ഇഷ്ടം. ഒരിടത്ത് നിൽക്കത്തില്ല, ഓടുക ചാടുക. അതേപോലെ തന്നെ കുറെ കല്ലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇവിടെ തട്ടിയൊക്കെ വീഴിയൊക്കെ ചെയ്തിട്ടുണ്ട്. തനിക്കുട്ടിനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലായിരുന്നു. കാരണം ഓട്ടവും ചാട്ടവും മേളവും ഒന്നും പറയണ്ട. ഞാൻ അവളുടെ പുറകെ തന്നെ പോകുമായിരുന്നു. കാരണം കല്ലുകളും ചെറിയ ചെറിയ കുഴികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അവൾക്ക് അതൊന്നും പരിചയമില്ല. സോ അവിടെ ഇവിടെയൊക്കെ കുറേ വീഴ്ചകളൊക്കെ ഉണ്ടായി. എന്നാലും ഒട്ടും വക വെക്കാതെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഏതൊക്കെയോ കുറുക്കു വഴി കൂടെ ഒക്കെ ഓടി ഓടി ചാടി അവൾ എന്തായാലും പാർക്കിൽ, നമ്മൾ വാട്ടർ തീം പാർക്കിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. കാരണം അവിടെ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു തുടങ്ങി. സോ ഇതാണ് ആ പാർക്കിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. തനിക്കുട്ടനെ ഓടിച്ചെന്നു. അവിടെ അങ്ങ് ചെന്നപ്പോഴത്തേനും സെക്യൂരിറ്റി അവളെ ബ്ലോക്ക് ചെയ്ത്. കാരണം പാരൻസ് ഇല്ലാതെ കുട്ടികളെ അലൗ ചെയ്യത്തില്ല. സോ ഞങ്ങൾ പുറകിൽ ഇങ്ങനെ പതുക്കെ നടന്നു വരികയുണ്ടായിരുന്നുള്ളൂ. സോ അവൾ അവിടെ ചെന്ന് സ്റ്റക്കായി കേട്ടോ. നമുക്കിവിടെ ഡ്രസ് ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട്. സോ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പാർക്കിനകത്ത് വന്നു. സോ ഇതാണ് നമ്മൾ പാർക്കിനകത്ത് എത്തുമ്പോൾ കാണുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്കും അതേപോലെ വലിയവർക്കും മുതിർന്നവർക്കുമായിട്ടുള്ള കുറേ കളിക്കാനുള്ള കുറേ റൈഡുകളും അതേപോലെ തന്നെ കുറേ വാട്ടർ തീം നമ്മളുടെ കുറേ റൈഡുകൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. സോ ആദ്യം തനിക്കൊണ്ട് പേടിയായിരുന്നു. തിരിച്ചു കയറി പോകണോ വേണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കും തന്നെ ഓൾറെഡി താഴോട്ടിഞ്ഞ് സ്ലിപ്പായി പോയി കേട്ടോ. എന്തായാലും ആ ഒരു കൂടെ കുറച്ച് പേടിയൊക്കെ തനിക്കൂട്ടൻ്റെ മാറി. പക്ഷെ അതിന് വെള്ളത്തിൽ കളിക്കാൻ അവർക്ക് അത്യാവശ്യം പേടിയാണ്. അല്ലാത്ത റൈഡിലൊന്നും ഒരു ഭയവുമില്ല. തനിക്കൂട്ടിന് ആദ്യമൊക്കെ ഓരോ വെള്ളത്തിലും ഇറങ്ങാനായിട്ട്, ഓരോരോ റൈഡിലും അതേപോലെ ഒന്ന് കളിക്കാനൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നിനകത്തും കയറ്റി അവളുടെ പേടിയൊക്കെ ചെറുതായിട്ട് മാറി മാറി വന്നു കേട്ടോ.
ഈ ഒരു വാട്ടർ റൈഡിനകത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നു കയറിയത്. കാരണം അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയായിരുന്നു. പിന്നെ രണ്ടുപേർ കൂടെ ഒരുമിച്ച് വരാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ എങ്ങനെയോ ഞങ്ങൾ വലിച്ച് നീന്തിയൊക്കെ ഇങ്ങെത്തി. പിന്നെ തനിക്കുട്ടനാണെങ്കിൽ ഓക്കെ സൺ ബാത്ത് ചെയ്യാനായിട്ട് വലിയ സ്റ്റൈലിലൊക്കെ കിടക്കുകയാണ്. കാരണം ഭയങ്കര ഇഷ്ടം, അവൾക്ക് തന്നെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് കയറി കിടന്നതാണ് കേട്ടോ. പിന്നെ ഇതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ഈ ഒരു റൈഡിൽ കയറിയായിരുന്നു. പിന്നെ അബി കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പേടിയാവും കേട്ടോ മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേന്. പിന്നെ ഇതൊരു പൂളാണ് കേട്ടോ. ഈ പൂളിലൂടെ നമുക്കിങ്ങനെ കുറേ ദൂരമുണ്ട്. ഇങ്ങനെ കുറേ ഇടത്ത് ഇങ്ങനെ ഇതേപോലെ പൂളാണ്. നമുക്കിങ്ങനെ കറങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലത്ത് തന്നെ എത്താം. പിന്നെ അവരെ ഫോളോ ചെയ്ത് ഞാനും വെള്ളത്തിൽ കൂടെ നടക്കുകയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫീലാണ് കേട്ടോ ഇതിലേക്കൂടെ നടക്കാനായിട്ട്. ചുറ്റിനും നല്ല ചെടികളും അതിൻ്റെ നടുക്കൂടെ ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ അതിനകത്തൂടെ നമുക്കിങ്ങനെ ടബിലും ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുകയും ചെയ്യുമായിരുന്നു. നമ്മളങ്ങനെ ആ വഴി വരുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ, നമ്മൾ പിന്നെ ടബിൽ നിന്ന് ഇറങ്ങി തനിക്കുട്ടിനെ ആ ഊഞ്ഞാൽ ആടണമെന്ന് പറഞ്ഞു. അങ്ങനെ തനിക്കുട്ടിനെ ആ ഊഞ്ഞാലൊക്കെ ആട്ടി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് പിന്നെയും ടബിൽ കയറി പിന്നെയും യാത്ര അതിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസിലോട്ട് തുടർന്നു കേട്ടോ. നമ്മൾ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ വന്നിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടും. ആ ടോക്കണാണിത്. നമ്മുടെ ഫുഡ് റെഡി ആകുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ലൈറ്റ് കത്തി ഒരു അലാം അടിക്കും കേട്ടോ. അന്നേരം നമുക്ക് നമ്മളുടെ ഫുഡ് പോയി കളക്ട് ചെയ്ത് വരാം കേട്ടോ. നമ്മൾ പിസ്സയാണ് ഓർഡർ ചെയ്തത്. തനിക്കുട്ടിന് പിസ്സ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിസ്സയും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും തനിക്കുട്ടിന് വേണ്ടി ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും നമ്മളുടെ പരാക്രമങ്ങളിലേക്ക് വീണ്ടും കടന്നു. പിന്നെ തനിക്കുട്ടിനും അബിയും കൂടെ ഒരു ബോട്ട് എടുത്തു. ബോട്ടും കൊണ്ട് പങ്കായം കഴി തുഴയാനൊക്കെ നോക്കിയത് പക്ഷെ നടന്നില്ല. പിന്നെ അബി ഇതിനകത്തൊന്ന് ട്രൈ ചെയ്തു, ഞാൻ പോയില്ല. പിന്നെ തനിക്കുട്ടിനും അബിയും കൂടെ ട്രൈ ചെയ്തു. തനിക്കുട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു റൈഡ്. തനിക്കുട്ടൻ കുറേ എൻജോയ് ചെയ്തു കേട്ടോ. ഏകദേശം വൈകിട്ടായിരുന്നു, 4:30-5 മണിയായി. സോ നമ്മളുടെ ഈവനിങ് സമയമൊക്കെ ആയപ്പോഴത്തേന് പാർക്കിൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും നല്ല കുറേ കിളികളും നല്ല രസമായിരുന്നു കേട്ടോ. കിളികളുടെ ശബ്ദവും എവിടുന്നോ കുറേ കിളികൾ പെട്ടെന്ന് ഇങ്ങോട്ടോ പറന്നുപോയി. പിന്നെ തനിക്കുട്ടൻ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമ്മൾ പാർക്കിന് വെളിയിൽ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇനി അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് പോവാണ് കേട്ടോ. ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ആവേശത്തിൻ്റെ പുറത്ത് ഒരു അബദ്ധം പറ്റിയ പോലെ ആയിപ്പോട്ടെ. ഒരു ആവേശത്തിൻ്റെ പുറത്തുനിന്ന് കയറിപ്പോവുകയും ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഒരു രീതി താഴെ ഇറങ്ങാനും പറ്റത്തില്ല, പെട്ടുപോയ ഒരവസ്ഥയായിരുന്നു കേട്ടോ. കാരണം പണ്ട് വീഗാലാൻഡിലൊക്കെ പോയപ്പോൾ നമ്മൾ ഇതേലത്തെ സെയിം റൈഡിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു മനോബലം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. കാരണം ശരിക്കും പേടിയായി. കാരണം കൂടെയുള്ളവരെല്ലാം അലറി കൂവായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നും അലറിയും കൂവിയൊന്നും ചെയ്തില്ല. ആ ഒരു ബെൽറ്റയിൽ മുറുക്കെ പിടിച്ച് ഞാൻ കണ്ണുടച്ചൊറ്റ ഇരിപ്പായിരുന്നു. പിന്നെ താഴെ നിർത്തിയതിന് ശേഷം മാത്രമായിരുന്നു കണ്ണ് തുറന്നത്. ശരിക്കും കൈവിട്ട് പോയെന്നൊരവസ്ഥയായിരുന്നു. ദാണ്ട തെന്നിത്തെറിച്ച് പോകുന്നൊക്കെ തോന്നിപ്പോയി ഒരു നിമിഷം. പക്ഷേ എന്താണെങ്കിലും താഴെ ഇറങ്ങിയപ്പോൾ ഒരു രസമൊക്കെ തോന്നി. എന്നാലും അത്യാവശ്യം ധൈര്യമുള്ളവർ മാത്രമേ ഇതേപോലത്തുള്ള സംഭവങ്ങളിൽ കയറാവുള്ളൂ കേട്ടോ.
പിന്നെ ജയൻറ്റ് വീൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഷാർജ ഫുള്ള് കാണാം കേട്ടോ. കാരണം നല്ല ലൈറ്റ്സും നല്ലൊരു ഫീലായിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ ഒരു റൈഡ് കുട്ടികൾക്ക് മുതിർന്നവരെല്ലാം ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡായിരുന്നു. ഞാൻ വിചാരിച്ചു തനിക്കൂട്ടിന് പേടിയാവുന്നു, പക്ഷേ തനിക്കൂട്ടിന് ഒട്ടും തന്നെ പേടിയല്ല. കാരണം അത്യാവശ്യം ഒരു സ്പീഡിൽ തന്നെ ഇവർ കറക്കുന്നുണ്ടായിരുന്നു മുകൾ ഭാഗത്ത് കൊണ്ടുപോയിട്ട്. തനിക്കൂട്ടിന് അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുക, അമ്മ ആ റൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ചോദിക്കുക, അമ്മ ഇതിനൊട്ടും സ്പീഡില്ലാന്ന്. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കുട്ടികൾക്ക് ആ ഒരു അത്യാവശ്യം പേടി തോന്നുന്ന ഒരു സ്പീഡായിരുന്നു അത്. എന്നിട്ട് അവളെൻ്റെ അടുത്ത് ചോദിക്കുക സ്പീഡില്ല എന്നുള്ള കാര്യം. അവൾക്ക് വാട്ടറിൽ പോകാൻ ഭയങ്കര പേടിയാണ്, പക്ഷെ ഇങ്ങനെയുള്ള റൈഡുകളിലൊന്നും തനിക്കൂട്ടിന് പോകാൻ ഒട്ടും പേടിയില്ല. കാരണം ചില റൈഡിലൊന്നും കുട്ടികളെ കയറ്റത്തില്ല, കാരണം അതിനവിടെ കിടന്ന് കരയുമായിരുന്നു, കാരണം എല്ലാ റൈഡിലും ഒക്കെ കയറാൻ പറ്റാത്തതിന്. ഇപ്പം സമയം ഏകദേശം ഒരു 9:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. തനക്കൂട്ടിനെ ഒരു രീതിയിൽ വിളിച്ചാൽ വരത്തില്ല. നമ്മൾ രാവിലെ 10 മണി 10:15 ഇതിനകത്ത് കയറിയതാണ്. ഇപ്പം സമയം 9:30 സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആകെ ടയേർഡായി കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.